Hello friends, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനും അതുപോലെ തന്നെ നന്നായിട്ട് നിറം വെക്കാനുള്ള ഒരു പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫേസിൽ. അപ്പോൾ കുറെ പേര് എന്നോട് ചോദിക്കണ്ടായി എന്താ അത്രയധികം ഫേസ് നിങ്ങൾ ഗ്ലോ ആയിട്ടിരിക്കണേന്ന്. അപ്പൊ ഈ ഒരു DIY ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ചെയ്യണം അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി നല്ല ഗ്ലോ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ഫേസിൽ ഗ്ലോ ഉണ്ടെന്ന്. അപ്പൊ അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സിമ്പിൾ ആണ്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് 2-3 ദിവസം, അതായത് ഫംഗ്ഷന്റെ 2-3 ദിവസം മുൻപ് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നല്ല ഗ്ലോ ആവും. നമുക്ക് അധികം ഫൗണ്ടേഷൻ അതുപോലെ തന്നെ അങ്ങനത്തെ ക്രീം ഒന്നും അപ്ലൈ ചെയ്യാതെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസ് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കിട്ടും നമുക്ക്. അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ്, ഒറ്റൊരു പാക്കിലൂടെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വെക്കുന്നു. അതായത് നമ്മൾ ബ്ലീച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഫേസ് നന്നായിട്ട് നിറം കിട്ടും. അപ്പൊ ഈ ഒരു പാക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൽ നമ്മൾ ലെമൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെമൺ ഒഴിവാക്കി നമുക്ക് ഡെയിലി ചെയ്യാം. നിറം വെക്കാനുള്ള പാക്കാണ്. നമുക്ക് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നിറമൊക്കെ ഉള്ളവരൊന്നും ഇരുണ്ട് പോകെ ചെയ്യില്ല. എന്തെങ്കിലും വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടൊന്ന് കരിവാളിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ നന്നായിട്ട് കറുത്തവര് നന്നായിട്ട് വെളുക്കുന്നല്ല പറയണം കേട്ടോ. കറുപ്പ് എപ്പോഴും നല്ലതാണ്, എനിക്കും ഇഷ്ടമാണ്. കറുത്തവരെയും വെളുത്തവരും അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ഫ്രഷ് ആയി ബ്രൈറ്റ് ആവാനായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പൊ നന്നായിട്ട് ഇരുണ്ട് പോയവര് അവര് പഴയ നിറത്തിലേക്ക് വരാൻ പറ്റും, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കാൻ നോക്കാം. അതുപോലെ തന്നെ എപ്പോഴും പറയണ പോലെ നമ്മുടെ ചാനൽ ഇപ്പൊ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്തെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി വരും. അപ്പൊ അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഡെയിലി ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കാൻ നോക്കാം. ഒന്ന് അപ്ലൈയും കൂടി ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു മിക്സ് തയ്യാറാക്കാനായിട്ട് മുന്തിരിയാണ്. അപ്പോൾ കറുത്ത മുന്തിരിയാണ് വേണ്ടത്, നല്ല കുറച്ച് പുളിയുള്ളതാണ്. അത് നമ്മൾ ജ്യൂസ് അടിക്കാൻ അതുപോലെ തന്നെ എടുക്കുന്ന മുന്തിരിയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. കുറച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ, ഏകദേശം ഒരു 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. കുക്കുംബർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 1/4 ഭാഗം മതി. തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1-1.5 ടീസ്പൂണോളം അതും എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കളയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കുക്കുംബറിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ ഫേസിലിട്ട് നല്ല നിറം ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്, ലെമൺ ജ്യൂസ്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സിൻ്റെ പൗഡറാണ്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടന്റ് അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. ഇനിയിപ്പോൾ ഓട്സ് പൗഡർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇഷ്ടമുള്ള ഞാൻ ചെയ്യാറുള്ളത് ഗോതമ്പ് പൊടിയാണ്. അത് വേണമെങ്കിൽ നമുക്ക് 2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. തേൻ മസ്റ്റാണ്. തേൻ എന്തായാലും ചെയ്യണം. നമ്മുടെ ഫേസ് എന്തെങ്കിലും ഗ്ലോ കിട്ടാനായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഗ്ലോ തരുന്നത് തേനാണ്. അപ്പോൾ 1 ടീസ്പൂൺ കംപ്ലീറ്റ് നിറയെ എടുക്കുക. ഇത് നമുക്ക് അതെടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഓട്സ് ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് അതിന് പകരം ഗോതമ്പ് പൊടി എടുക്കാം. അരിപ്പൊടി ആകുമ്പോഴത്തെ ഒരു കാര്യം, അരിപ്പൊടി നല്ലതാണ് വൈറ്റനിങ്ങിന്. പക്ഷേ അരിപ്പൊടി ആകുമ്പോൾ നമുക്ക് ആ ഗ്ലോ കിട്ടണമെന്നില്ല. കാരണം അരിപ്പൊടി കുറച്ചും കൂടി കുറച്ച് തരിതരിപ്പാവും. എത്ര നൈസാണെങ്കിലും നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫേസിലിടുമ്പോൾ നമ്മുടെ ഫേസിലിടുന്ന ഈർപ്പം കൂടി അത് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കും അരിപ്പൊടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അരിപ്പൊടി താല്പര്യമില്ല. പക്ഷേ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഓട്സ് പൊടി ആണെങ്കിൽ, ഓട്സിൻ്റെ പൗഡർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. പാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, കുറച്ച് നേരം ഒന്ന് വെക്കുക. നമ്മൾ ഏത് പാക്കായാലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് അവിടെ വെക്കുക, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ചെയ്യാറ് ജസ്റ്റ് ഉണ്ടാക്കി അപ്പൊ തന്നെ അപ്ലൈ ചെയ്യും. പിന്നെ കുറെ നേരം നിൽക്കാൻ മടിയാകുമ്പോൾ വേഗം ഒന്നുണങ്ങി കഴിയുമ്പോൾ അങ്ങനെ കഴുകി കളയും. അപ്പൊ അതൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ റിസൾട്ട് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ അയ്യോ ഈ പാക്ക് കൊള്ളില്ല അങ്ങനെ വിചാരിക്കും. പക്ഷെ അതല്ല, ജസ്റ്റ് ഏത് പാക്ക് ആണെങ്കിലും ഒരു 2 ഇൻഗ്രീഡിയൻസ് ഉള്ളെങ്കിലും അതൊന്ന് മിക്സ് ആവാൻ കുറച്ച് ടൈം കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ തുടങ്ങി അങ്ങനെ ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് തയ്യാറാക്കാൻ, എന്നിട്ട് 2 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പൊ അതില്ലെങ്കിൽ നമുക്ക് പുറത്തായാലും ജസ്റ്റ് തയ്യാറാക്കിയിട്ട് 5 മിനിറ്റ് വെക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ്. നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് ഒന്ന് വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാതെ ഒരു 1/4 ഭാഗം ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പൊ നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് റിസൾട്ട് കൂടി കാണാം.
നമ്മുടെ ഫേസ് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് തേനും അതുപോലെ തന്നെ മുന്തിരി നീരൊക്കെ നമുക്ക് നന്നായിട്ട് ഡ്രൈയിങ് ആക്കില്ല കേട്ടോ. ഏകദേശം ഒരു ചെറിയൊരു വഴുവഴുപ്പ് എത്ര ഉണങ്ങിയാലും ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ വാഷ് ചെയ്തു. അപ്പൊ ജസ്റ്റ് വാഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് തുടച്ചു നോക്കാം. അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ഷൈനിങ് ഒക്കെ ഇങ്ങനെ നെറ്റിയുടെ അവിടെ ഇവിടെയൊക്കെ. അപ്പൊ ഈ ഒരു ഗ്ലോ കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് യൂസ് ചെയ്യാം. അലോവേര ജെല്ലിന്റെ ആ ഒരു ഒറിജിനൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ജെല്ല് നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് നിൽക്കാം. അപ്പൊ അത് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഗ്ലോ കിട്ടും. അപ്പൊ ജസ്റ്റ് ഞാൻ അലോവേര ജെല്ല് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേച്ചേഴ്സിന്റെ അലോവേര ജെല്ലാണ്. ജസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്ക് ആ ഗ്ലോ കിട്ടുക. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ജസ്റ്റ് ഈ ഫേസ് പാക്ക് ഇടുന്നിട്ട് ജസ്റ്റ് ഫേസ് പാക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളത് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് അമർത്തി തുടച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അലോവേര ജെല്ലിടും. ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല ഗ്ലോ കിട്ടും. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. പിന്നെ എൻ്റെ കുറച്ച് ഓയിലിയാണ്. ഓയിലി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അത് ഗ്ലോ കിട്ടും. കാരണം ഓയിലി സ്കിന്നിന് പ്രത്യേകിച്ച് ഒരു ഗ്ലോ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും കിട്ടും, പക്ഷെ ഓയിലി സ്കിന്നുകാർ കുറച്ചുകൂടി കൂടുതൽ ഗ്ലോ കിട്ടും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നമ്മുടെ സ്കിന്നിന് ഒരു ചെറിയൊരു എണ്ണയുടെ ഒരു മയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ, ഇതിന്റെ ആ ഒരു ശരിക്കുള്ള ഒരു ഇത്. അപ്പൊ നമ്മുടെ അലോവേര ജെല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫേസിൽ അത്യാവശ്യം ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതിയല്ലോ. ജസ്റ്റ് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാകുന്നത്. പിന്നെ മുന്തിരിയാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. നമ്മുടെ ജ്യൂസ് മുന്തിരി, അതായത് റോസ് മുന്തിരി എന്നൊക്കെ പറയും. നമുക്ക് അത് കുറച്ച് കിട്ടിയാലും നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് പുളിപ്പിച്ചിട്ടൊക്കെ യൂസ് ചെയ്യട്ടോ. നന്നായിട്ട് പുളിയുള്ള മുന്തിരിയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ കിട്ടും. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറൊരു പാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഒറ്റ പാക്ക് മതി. നമുക്ക് നന്നായിട്ട് നിറം കിട്ടുകയും ചെറുതായി ഗ്ലോ കിട്ടുകയും നാച്ചുറൽ ആയിട്ട് ഗ്ലോ കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.